മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ കൊച്ചു താരങ്ങൾ എന്നതിൽ സംശയമില്ല. കുഞ്ഞു ഗായകരിൽ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എങ്കിലും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ചില മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ടോപ്പ് സിംഗറിൽ. ഏറെ ആരാധകരുള്ള ടോപ്പ് സിംഗറിൻ്റെ പ്രിയപ്പെട്ട ഋതുകുട്ടൻ ഋതുരാജ് തകർത്താടിയ സ്റ്റേജാണ് സോണി ടി വിയിൽ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 2. ഇപ്പോഴിതാ സീസൺ 3യുടെ വരവാണ്. എന്നാൽ ഏറെ സ്പെഷ്യാലിറ്റികളാണ് ഈ സീസണിൽ ഉള്ളത്. ടോപ്പ് സിംഗറിൻ്റെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഷോ കൂടിയായി മാറുകയാണ് സോണി ടി വിയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3. മലയാളികളുടെ അഭിമാനമായി മാറാൻ പോവുകയാണ് ഈ കുരുന്നുകൾ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ 2ാം സീസണിലെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു മിയക്കുട്ടി. സ്റ്റേജിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിലും ഈ കുഞ്ഞു ഗായികയ്ക്ക് വലിയ ആരാധകരാണുള്ളത്. രസകരമായിരുന്നു മിയയുടെ സംസാരം ഓരോ സീസണിലും. 2ാം സീസണിൽ മിയക്കുട്ടിയുടെ മുടിയും താരമായിരുന്നു. മനോഹരമായ ചുരുണ്ട മുടിയാണ് ഈ മിടുക്കിക്ക്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ സിംഗർ 3യിൽ എത്തിയിരിക്കുകയാണ് മിയക്കുട്ടി. മുടിയും ശ്രദ്ധേയമായിരിക്കുകയാണ്. 2ാം സീസണിൽ ഏറെ ആരാധകരുള്ള മറ്റൊരു പാട്ടുകാരിയായിരുന്നു ദേവനശ്രീയക്കുട്ടി. 2ാം സീസണിലേക്ക് മത്സരാർത്ഥിയായി എത്തും മുമ്പ് തന്നെ താരമായ ഗായിക. സമൂഹ മാധ്യമങ്ങളിൽ ദേവനശ്രീയയുടെ ഒരു പ്രകടനം വളരെയധികം ശ്രദ്ധ നേടിയതിനു പിന്നാലെയാണ് ഈ മിടുക്കി പാട്ടുവേദിയിൽ എത്തിയിരുന്നത്. ദേവനക്കുട്ടിയും സൂപ്പർ സ്റ്റാർ സിംഗർ 3യുടെ ഭാഗമാവുകയാണ്. മലയാളികളുടെ പ്രിയ സംഗീത റിയാലിറ്റി ഷോയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ആലാപന മധുരത്തിലൂടെയും കുസൃതിയിലൂടെയും കുരുന്നു പ്രതിഭകൾ മനം കവരുന്ന ഷോയുടെ ഭാഗമായ ഇവർ ഇപ്പോൾ മറ്റുള്ള ഷോകളിലും താരമാവുകയാണ്. സൂപ്പർ സ്റ്റാർ സിംഗർ 3യുടെ ഭാഗമാകാൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വൈഷ്ണവിക്കുട്ടിയും എത്തുന്നു. ജഡ്ജസിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈ 3 കുരുന്നു ടോപ്പ് സിംഗർ പ്രതിഭകളും. ഋതുരാജ് തകർത്ത അതേ വേദി ഇനി ഇവർ 3 പേരുമായിരിക്കും തകർക്കാൻ പോകുന്നത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ തന്നെയാണ്. കേൾക്കാൻ കൊതിക്കുന്ന സുന്ദര ഗാനങ്ങൾക്കൊപ്പം കുരുന്നുകളുടെ കളിയും ചിരിയും അരങ്ങേറുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 4ാം സീസൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പ്രതിഭകൾക്കും എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം.